ആന്ത്രേസ് സാന്തോസ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതാ നമ്മൾ പോകുന്നു അഥവാ ഹിർ വി ഗോ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ജനുവരി തൊട്ട് ഏലിയറ്റ് ആൻഡേഴ്സൺ, ബലേബ, ആദം വാർട്ടൺ, അതിനുശേഷം ചൗമനി, മത്തിയോസ് ഫെർണാണ്ടസ്, അലക്സ് സ്കോട്ട് എന്നീ പ്ലെയേഴ്സ് എല്ലാവരുമായിട്ട് ലിങ്ക് ആയതിനു ശേഷം നമ്മൾ ആദ്യമായി പോയി ഡീൽ ചെയ്ത് അറ്റ്ലാന്റയോടാണ്. എഡർസന് വേണ്ടിയുള്ള ഡീലായിരുന്നു ഇത്. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു മെഡിക്കൽ പെൻഡിങ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ചെൽസിയിൽ പോയി സാന്റോസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിക്കാനുള്ള എഗ്രിമെന്റിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സാന്റോസിന് ചെൽസിയിൽ പ്ലേയിങ് ടൈം കുറവായിരുന്നു, അഥവാ ഒരു സ്റ്റാർട്ടിംഗ് റോൾ കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം ടീംസ് സ്വിച്ച് ചെയ്യാൻ നോക്കിയത്. എനിക്ക് സാന്റോസിനെ കൊണ്ട് പേഴ്സണലി പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിന് ഹൈ സീലിംഗ് ഉണ്ട്, നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ലൊരു പ്ലെയറായി വന്നേക്കാം. പക്ഷേ ഈ എഡർസണും സാന്തോസും മാത്രമാണ് നമ്മുടെ മിഡ്ഫീൽഡിലെ രണ്ട് സൈനിങ്സ് എന്ന് മാത്രം നിങ്ങൾ പറയരുത്. അടുത്ത വർഷം ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ളതാണ്. നമ്മൾ ആദ്യം മെൻഷൻ ചെയ്ത ആ നെയിംസ് ഇന്ന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആരെയെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറും നമ്മൾ പാടുപെടും. നമുക്ക് ഈ ഡീലിന്റെ ഫിനാൻസിലേക്ക് വരാം. 48 million pounds പ്ലസ് 2 million pounds ആഡ് ഓൺ ആണ് നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്ന ഡീല്. ചെൽസി ഇതിൽ ഒരു 10% സെൽ ഓൺ ക്ലോസും വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ ഏകദേശം 35 million pounds ആണ്. നമ്മൾ 15 million pounds ഓവർ പേ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് റൈവലിന് സെല് ചെയ്യുമ്പോൾ ഉള്ള ഒരു ടാക്സ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതൊരു റീസണബിൾ ഡീലാണ്. ഞാൻ ഈ ഡീലിനെ 7.5 ഔട്ട് ഓഫ് 10 ആണ് റേറ്റ് ചെയ്യുന്നത്. ചെൽസി ഫാൻസും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസും ഒന്ന് ഈ ഡീലിനെ കമന്റ് ബോക്സിൽ റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. GGMU.